അയ്യോ അപ്പച്ചി സീരിയസ് ആയിട്ടാ പറഞ്ഞേ. പിന്നെ തമാശക്കാ പറഞ്ഞത്. നീങ്ങ് അപ്പച്ചി. ഇടി അനങ്ങി നീങ്ങ അങ്ങോട്ട്. എന്ത് കഷ്ടം നോക്കണേ. എന്തോന്ന് അപ്പച്ചി? ഞാനേ ചിലപ്പോ ഉറക്കത്തില് കൈയും കാലും ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടും. അപ്പൊ അപ്പച്ചിക്ക് അതൊരു ബുദ്ധിമുട്ടാവും. അവിടെ തറയിൽ കിടന്നു. തറയെ കിടക്കാ ഞാന്? എടി നീ അല്ലേ പ്രായത്തിന് കുറവ് എന്നെ കാട്ടു. നീ താഴെ കിടക്ക്. അയ്യോ ചെറിയ കുട്ടികൾ അങ്ങനെ തറയിൽ കിടത്താൻ പാടില്ല. അത് കരയും. അയ്യോ നീ കരഞ്ഞോണ്ട് തറയിൽ കിടന്നു കേട്ടാ. ഒരു സുഖം ഇല്ല കേട്ടാ നിന്റെ ബെഡ്. ഇല്ലല്ലേ? അയ്യോ അതാണ് ഞാൻ പറഞ്ഞേ. സോഫയിൽ കിടന്നാലോ അവിടെ പുറത്ത്? നീ പോണോ? ഇല്ല. അപ്പച്ചക്കല്ലേ സുഖമല്ലോ, ഞാൻ പോണെന്തിനാണ്? ഒന്നുമില്ല. എടി ഞാൻ അവിടെ കിടക്കാമെന്ന് നിനക്ക് പിടിച്ചിട്ടില്ലല്ലേ? അങ്ങനെയൊന്നും ഇല്ല, പക്ഷെ എന്തോ ഒരു സുഖക്കുറവ്. എന്തായാലും ഞാൻ 3 ദിവസത്തേക്ക് ഇവിടെ തന്നെ കാണും. 3 ദിവസത്തേക്കാ? അയ്യോ എടി നീ എന്തോന്നാ? എന്തോന്ന് അപ്പച്ചി, ഇത്രയും സ്ഥലം പോരാ. ഇതാണ് ഞാൻ പറഞ്ഞ, നമുക്ക് സ്ഥലമില്ല അപ്പച്ചി. കുഞ്ഞു കട്ടിലല്ലേ ഇത്. എടി നിനക്ക് അത്രയും, എനിക്ക് ഇത്രയോ? അത് എനിക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെ കിടക്കണം. ഇങ്ങനെയൊക്കെ എന്താ എന്ത് വൃത്തിയുടെ പെണ്ണത്. എന്തോന്ന് അപ്പച്ചിയാണോ എന്തോ. അപ്പച്ചി, അപ്പച്ചിക്ക് ലൈറ്റ് ഇടുന്നതാണോ ഇഷ്ടം? നിനക്ക് എങ്ങനെയാണ് ഇഷ്ടം? എനിക്ക് ലൈറ്റ് ഇടുന്നതാണ് ഇഷ്ടം. ലൈറ്റ് ഇടുന്നതാണോ ഇഷ്ടം? എന്നാ ലൈറ്റ് കിടന്നോട്ട്. ഇടുന്ന ഇഷ്ടമല്ലായിരുന്നല്ലോ. നിനക്കിപ്പോൾ എന്ത് വേണം? എന്നാ പിന്നെ ലൈറ്റ് അണയ്ക്കാം. ലൈറ്റ് അണയ്ക്കാം. ഓക്കേ. ഓ അണ്ടവാ മമ്മ, ഓ അണ്ടവാ മമ്മ, ഓ അണ്ടവാ മമ്മ, ഓ അണ്ടവാ മമ്മ, ഓ അണ്ടവാ മമ്മ. എന്താ ഇത്? എന്താ നീ എന്തോന്ന് കാണിക്കണേ? അത് ഊരി നിന്റെ ചെവിന്ന്. എന്തേ? ഇടി എന്തോന്നടി കിടന്ന് കാറി പഠിക്കണത്? പാട്ട് ഇങ്ങനെയാ പാടുന്നത്. കൊള്ളൂലേ? ഇടി നമ്മളിവിടെ ഉറങ്ങാൻ കിടക്കുകയല്ലേ, നീ എന്തോ നൂവാണ്ടവാന്ന് പറഞ്ഞ് ഉറക്ക പാടുന്നത്. പാട്ട് കേട്ടാ പോരെ? നിന്റെ കാണത്തൊണ്ടല്ലേ പാട്ടും കൂടെ കേട്ടോണ്ട് ഞാൻ കിടന്ന് ഉറങ്ങണോ? എനിക്ക് പാട്ട് പാടിയില്ലെങ്കിൽ എന്തോ പോലെ. ഇത് നേരത്താണോ അങ്ങനെ പനി പിടിക്കാൻ തോന്നിയത്? എന്നാ പിന്നെ ഞാൻ ഒരു താരാട്ട് പാട്ട് വെക്കട്ടാ. എടി നീ എന്ത് പുലോബേ, നീ അത് ഉറക്ക പാടാതിരുന്നാ മതി. പാട്ട് കേൾക്കണ്ട എനിക്ക്. പോരെ? സമാനായില്ലേ? സമാനായി. ദൈവമേ. പിങ്കി, കുരിശായല്ലേ. കാളരാത്രിയായെന്നാണ് തോന്നുന്നു. വലിച്ച് കേറ്റി. അയ്യേ ഒരവസ്ഥ ദൈവമേ. എന്തെല്ലാം സൗണ്ടുകളാണ് ഈ ഇൻസെന്റിന്റെ വായെന്ന് പറഞ്ഞു. ശപിക്കപ്പെട്ട ജന്മം. മക്കളാ ഇടിഞ്ഞു വാ, ഓടി ഇരുന്ന് വാ. വേണ്ട, പനി വരും പനി. ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളാം. ഈ വെള്ളമൊന്നും എടുത്തോണ്ട് വന്നൂടെ പിങ്കി നിനക്ക്? മക്കളെ
എന്ത് നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഇന്നലത്തെ എന്റെ ഉറക്കം ശരിയായില്ല മാമ. ആ, ഞാൻ താണ്ടെ ഈ പിശാചിന്റെ കൂടെയാണ് കിടന്നുറങ്ങിയത്. വല്ല വർഷോപ്പിലും കിടന്നാൽ മതിയായിരുന്നു. അതിന് ഞാൻ എന്തോന്ന് ഇതപ്പച്ചി? നീ ഒന്നും ചെയ്തില്ലല്ലേ? നിന്റെ ഒടുക്കത്തെ കൂർക്കം വലി കാരണം എനിക്ക് ഒരു പോളം കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല. കൂർക്കം വലിയാ? അയ്യോ കേട്ടിട്ടില്ലേ? കേട്ടിട്ടാ കൊണ്ട്. ഞാൻ കൂർക്കം ഇപ്പൊ വലിച്ചെന്ന്? എടി രാത്രി മൊത്തം നിന്റെ പറട്ട കൂർക്കം വലി കാരണം എനിക്ക് ഉറങ്ങാനേ പറ്റിയിട്ടില്ല. അയ്യോ ഞാൻ കൂർക്കം വലിക്കൂല. പിന്നെ ഇന്നലെ വലിച്ചതാര്? എനിക്കങ്ങനെ അറിയാം. നീയാണ് വലിച്ചത്. എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എന്റെ കണ്ണിലോട്ട് നോക്ക്. ഇത് വെറുതെ ചുമ്മാ എന്റെ മുഖത്ത് കരിവാരി തേക്കാൻ വേണ്ടി അപ്പച്ചി പറയണയാണ്. കൂർക്കം വലി എന്നൊക്കെ പറഞ്ഞ മാമ സിമ്പിൾ കൂർക്കം വലിയൊന്നും അല്ല. പല പല പിച്ചില് സരിഗമപ്പാന്നങ്ങോട്ട് വലി. ഇവിടെ കൂർക്കൊക്കെ വലിക്കും. ആ അതാണ് ഞാൻ കൂർക്കം വലിക്കൂലല്ല അല്ലേ? നീ കൂർക്കൊക്കെ വലിക്കുവോന്ന് അത്ഭുതത്തോടാണ് ചോദിച്ചത് കേട്ടോ. അല്ല വലിക്കൂല എന്നല്ല പറഞ്ഞത്. ഞാൻ കൂർക്കൊന്നും വലിക്കൂല. എനിക്ക് കൂർക്കം വലിക്കാൻ അറിഞ്ഞൂടാ. യൂത്ത് കോളേജിൽ പോയി പഠിക്കാതെ 2 മാസത്തെ കോഴ്സ് കൂർക്ക വലിയ മോങ്ങളെ അങ്കളെ അപ്പച്ചി വെറുതെ കള്ളത്തരം പറഞ്ഞുണ്ടാക്കണേ. പിന്നെ മാമ നമ്മുടെ വർക്ക്ഷോപ്പിൽ പണ്ടൊരു കാർ ഉണ്ടായിരുന്നില്ലേ? അത് സ്റ്റാർട്ട് ആകുമ്പോൾ ഒരു വൃത്തികെട്ട ശബ്ദം ഉണ്ടാവുമല്ലോ. അതേന്ന് വൃത്തികെട്ട ശബ്ദമായിരുന്നു വെള്ള കൂർക്കം. ഞാൻ അല്ല അപ്പോ ഞാൻ കൂർക്കം വലിക്കുന്നുണ്ടെങ്കിൽ എന്റെ ചേച്ചി ഇത് അറിയണമല്ല. അവളിത് പറഞ്ഞില്ലല്ലോ ഇതുവരെ. ആര്? റിങ്കിയ. ഭൂലോകം ഇടിഞ്ഞു വീണാ പോലെ എണീക്കാത്ത ഒരുത്തിയാണ് അവള്. അവളെങ്ങനെ പറയാനാണ് നിന്റെ അടുത്ത്? അത് ശരിയാണല്ല. ഇവിടെ കൂർക്ക വലിക്കാൻ റിങ്കി പെണ്ണ് പറയണ്ടേ? മക്കളെ നമ്മൾ കിടന്ന് ഉറങ്ങണത് കൊണ്ട് നമുക്കറിഞ്ഞൂടെ നമ്മൾ കൂർക്കാൻ വലിക്കണത്. ഞാൻ കൂർക്കം വലിച്ചിട്ടില്ല. കള്ളി, പെരുങ്കള്ളി. എടി നീ ഒരു സത്യം മനസ്സിലാക്കണം. നീ വേറൊരു കൂർക്കേശ്ശേരിയാണ് കേട്ടോ. അപ്പച്ചി എന്തിനപ്പച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കണത്? നീ വെച്ച് തർക്കിക്കണ്ട, ആവശ്യമില്ലാതെ. തർക്കിക്കണ്ടെന്നാ ഞാൻ പറയാണ് സത്യം. അപ്പൊ നീ എന്നെ കള്ളിയാക്കാൻ നോക്കണം പിങ്കി. അതെ കള്ളി തന്നെ നിങ്ങൾ, കള്ളി, പെരുങ്കള്ളി. ഇത് ഞാൻ തെളിയിക്കൂടി. ഞാൻ തെളിയിക്കും. നീ വെറും കൂർക്ക പ്രാന്തിയാണ്. ഞാൻ തെളിയിക്കും. തെളിയിക്കാം കേട്ടോ. ചുമ്മാ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കണം.